നമ്മളിതിപ്പോൾ ഒരു കമ്പാരിസൺ ചാർട്ടാണ് കാണുന്നത്. എന്താണ് അനലോഗും ഡിജിറ്റലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളതാണ് അതിലെഴുതി വെച്ചിട്ടുള്ളത്. ഒന്ന്, രണ്ട് ടൈപ്പ് സിഗ്നൽസും, അനലോഗ് എന്ന് പറഞ്ഞാലും ഡിജിറ്റൽ എന്ന് പറഞ്ഞാലും എന്താണ് അവ തമ്മിലുള്ള മാറ്റം എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയുന്നത്. ഒരു സിഗ്നൽ അത് അനലോഗ് ആണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും എപ്പോഴും വരുന്നത്. പക്ഷെ ഡിജിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ടൈം ഇന്റർവെലിനനുസരിച്ചുള്ള ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആയിരിക്കും എപ്പോഴും വരിക. അപ്പൊ അവയ്ക്കിടയിൽ എന്തായാലും ഒരു ടൈം ഇന്റർവെൽ ഉണ്ടായിരിക്കും. ഒരു കണ്ടിന്യൂസ് ഫോം അല്ല അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവയുടെ വേവ്സ് എങ്ങനെയാണ്, സിഗ്നൽസിന്റെ ഫോം, നമ്മുടെ മുമ്പിൽ അപ്പിയർ ചെയ്യുന്ന വേവ് ഫോം എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. അത് അനലോഗ് സിഗ്നൽസ് ആണെങ്കിൽ സൈൻ വേവിനെ മാതിരിയാണ് അപ്പിയർ ചെയ്യുക. ഡിജിറ്റൽ ആണെങ്കിൽ അത് സ്ക്വയർ വേവിനെ മാതിരി അപ്പിയർ ചെയ്യുന്നതുമായിരിക്കും. ഇനി ഇവ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഇവ രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഫോർമേഷൻ ആണ്. എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരു ഡാറ്റ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അനലോഗ് അതില് കണ്ടിന്യൂസ് റേഞ്ച് വാല്യൂസിന്റെ റേഞ്ച് വഴിയാണ് ഇൻഫോർമേഷൻ നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ ഡിജിറ്റലിലാണെങ്കിൽ അതൊരു ഡിസ്ക്രീറ്റ് വാല്യൂസിന്റെ ഫോംസിലാണ് ഇൻഫോർമേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഇവയുടെ ഉദാഹരണങ്ങൾ എവിടെയൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് അനലോഗ് ഫോം ആണെങ്കിൽ നമ്മളുടെ സംസാരിക്കുന്ന നമ്മളുടെ ശബ്ദം, ഹ്യൂമൻ വോയിസ്, അത് ഒരു അനലോഗ് സിഗ്നലിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മറ്റു പല അനലോഗ് ഇലക്ട്രോണിക് ഡിവൈസസും ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയി പിന്നെ പഠിച്ച് ഓരോന്നിനെ കുറിച്ച് വരേണ്ടതുണ്ട്. അവയെല്ലാം ഇതിന്റെ ഗണത്തിൽപ്പെടും. ഇനി ഡിജിറ്റൽ ഫോമിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, CD, DVD അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞതിന്റെ ഫോമില് അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു സ്ലൈഡ് കാണിക്കുന്നത് ICയുടെ ക്ലാസിഫിക്കേഷൻ എന്നാണ് ICനെ തരംതിരിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്നത്. ഇതിൽ നമ്മൾ ബുക്കിൽ പറഞ്ഞ പ്രകാരം നമുക്ക് ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമേ അതിൽ കാര്യമായി പഠിക്കാനുള്ളൂ. മറ്റുള്ളതൊന്നും തന്നെ ഇല്ല. നമ്മളുടെ ഒരു ഇൻഫോർമേഷൻ പർപ്പസിന് വേണ്ടിയാണ് ബാക്കി 3 നിങ്ങൾക്ക് തരുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ. എവിടെയാണ് IC ഉപയോഗിക്കുന്നത്, അത് അനലോഗിലാണോ ഡിജിറ്റലാണോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ചോദ്യം. അപ്പൊ അതിനനുസരിച്ച് അനലോഗിലാണെങ്കിൽ അതൊരു ലീനിയർ IC ആയിട്ടും, ഡിജിറ്റൽ അതിന് ഉപയോഗിക്കണമെങ്കിൽ അതൊരു ഡിജിറ്റൽ IC ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. നേരെ തിരിച്ച് ഒരു IC എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ തരംതിരിക്കുന്നതെങ്കിൽ ആ ICയെ 2 തരത്തിൽ തരംതിരിക്കാം, മോണോലിത്തിക് എന്നും ഹൈബ്രിഡ് എന്നും. പിന്നെ അതുപോലെ തന്നെ IC ഉണ്ടാക്കുന്ന ടെക്നോളജി, അത് ഏത് തരമാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 2 തരമുണ്ട്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ വെച്ചുള്ള ടെക്നോളജിയും മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള ടെക്നോളജിയും. പിന്നെ അവസാനത്തെ വേർതിരിവ് എന്ന് പറയുന്നത് ഈ ICക്കുള്ളിലുള്ള കമ്പോണൻസിന്റെ കൗണ്ട്, ഡിവൈസസിന്റെ കൗണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒരു 5 വിഭാഗങ്ങളായവയെ തരംതിരിച്ചിരിക്കുന്നു. SSI, MSI, LSI, VLSI, ULSI എന്ന് പറയുന്ന വിഭാഗങ്ങളിലോട്ടേക്ക് തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ ആദ്യം പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ബേസിലുള്ള ഉപയോഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും. ആപ്ലിക്കേഷൻ ബേസിൽ നമുക്ക് ലീനിയർ ICയും ഡിജിറ്റൽ IC ഉണ്ട്. ലീനിയർ ICക്ക് ഉദാഹരണം ഓപ്പറേഷൻ ആംപ്ലിഫയർ ആയിട്ടുള്ള 741ഉം, ഡിജിറ്റൽ ICക്ക് ഉദാഹരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന 555 ടൈമർ ICയുമാണ്. ഈ 2 ICയും നമ്മൾ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതാണ് ലീനിയർ IC ആയിട്ടുള്ള 741ന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പറയാനുള്ള കാര്യം. ഒന്ന്, ICയുടെ വ്യക്തമായ പ്രാക്ടിക്കൽ രൂപം ഫിഗർ ബിയിൽ കാണിച്ചിട്ടുണ്ട്. ഫിഗർ A ICയുടെ സിമ്പിൾ റെപ്രസെന്റേഷൻ ആണ്. സിമ്പിളിൽ V+V- എന്നൊക്കെ കാണിച്ചിരിക്കുന്നത് ICയുടെ ഇൻപുട്സ് ആണ്. +- എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പ്ലസ് എന്ന് പറയുന്നത് ICയുടെ നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടും, മൈനസ് എന്നുള്ളത് ICയുടെ ഇൻവെർട്ടിംഗ് ഇൻപുട്ടുമായിരിക്കും.
പിന്നെ വി എസ് പ്ലസ് വി എസ് മൈനസ് എന്നുള്ളത് ഐസിയുടെ സപ്ലൈ വോൾട്ടേജസ് ആണ്. വി ഔട്ട് എന്നുള്ളത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഫിഗർ സിയിൽ ഐസിയുടെ പിൻ ഡയഗ്രാം 8 പിന്നുള്ള ഐസി ആണ്. 8 പിന്നും എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് പ്രകാരം ഐസിയുടെ പിൻ നമ്പർ 2 and 3 ഇൻപുട്സ്, 4 and 7 പവർ സപ്ലൈ പിൻസ്, 6 ഔട്ട്പുട്ട്. ഇത്രയാണ് നമ്മൾ കാര്യമായിട്ട് അതിൽ ഉപയോഗിക്കുന്നത്. ഇനി ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ കുറിച്ച് കൂടുതലായി നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു അനലോഗ് ഐസി ആണ്, അല്ലെങ്കിൽ ഒരു ലീനിയർ ഐസി ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ബിൽഡപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ബ്ലോക്ക് അല്ലെങ്കിൽ മെയിൻ നമ്മളുടെ ഒരു സെക്ഷനാണ് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഐസിയുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ അങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് ഈ ഐസി മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഐസിക്ക് ഹൈ വോൾട്ടേജ് ഗെയിൻ ഉണ്ട്. ഗെയിൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഇവിടെ ഹൈ വോൾട്ടേജ് ഗെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് അതെപ്പോഴും കൂടിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നല്ലതാണ്. ഇനി ഈ ഐസിയുടെ ആദ്യത്തെ രൂപം, ഫസ്റ്റ് ജനറേഷൻ 1965 ഫെയർചൈൽഡ് സെമി കണ്ടക്ടർ ആണ് പുറത്തിറക്കുന്നത്. ആ ഫസ്റ്റ് ജനറേഷന്റെ പേര് തന്നെ MU-A709 എന്നാണ്. ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ ഫെയർചൈൽഡ് തന്നെ വീണ്ടും റിലീസ് ചെയ്യുന്ന 1968 അതിന്റെ പേര് MU-A741. അതാണ് നമ്മളിപ്പോഴും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡലായി എടുത്തത്. പിന്നെ ഐസിയുടെ പ്ലസ് മൈനസ് എന്നുള്ളത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഐസിയുടെ എപ്പോഴും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഐസിയുടെ എപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്താലും ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു ആ സിസ്റ്റം അവിടെ വരുന്ന വോൾട്ടേജ് ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ ഐസിയുടെ വോൾട്ടേജ് ഗെയിൻ. ആ ഒരു രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഔട്ട്പുട്ട് കിട്ടുക. പിന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് എപ്പോഴും 2 ഇൻപുട്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്യുന്ന ഒന്നായിരിക്കും. ഇത് സൂചിപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ലൈഡിൽ പറയുന്നത് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഓപ്പറേഷൻ ആംപ്ലിഫയർ, അതായത് പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ഇതിൽ നിന്ന് വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ ഐഡിയൽ ആയിട്ടുള്ള ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന ചില സവിശേഷതകളാണ്. അതൊന്ന്, അതിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി ആവുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം തന്നെ കറണ്ട് ഇൻപുട്ടിലേക്ക് ഒഴുകി വന്ന് കയറേണ്ട ആവശ്യമില്ല. അങ്ങനെ കൂടുതൽ കറണ്ട് ഇൻപുട്ടിലേക്ക് ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് അടിച്ചു പോകും. അപ്പൊ ആ പ്രശ്നമില്ല. അപ്പൊ ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ആയി, ഇൻപുട്ടിലെ റെസിസ്റ്റൻസ് ഹൈ ആയി നിന്നുണ്ടെങ്കിൽ അവിടേക്ക് കറണ്ട് അധികം വന്ന് കയറുകയില്ല. ഇനി ഔട്ട്പുട്ട് ഇംപിഡൻസ് 0. ഔട്ട്പുട്ട് ഇംപിഡൻസ് 0 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ ഐസിക്ക് ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ കുറെ നമുക്ക് ലോഡിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ ഏത് തരം ഡിഫറെന്റ് ലോഡുകളെയാണോ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന അത്തരം ഡിഫറെന്റ് ഡ്രൈവുകളൊക്കെ ഐസിക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഔട്ട്പുട്ട് ഇംപിഡൻസ് 0 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഐസി വർക്ക് ചെയ്യുന്ന ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ട്, അത് ഇൻഫിനിറ്റി ആണ്, അനന്താണ്. അപ്പൊ അത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിഗ്നൽ പരിപാടിയാണ്. നമുക്കൊരു സിഗ്നൽ മെഷർമെന്റ് എന്നുള്ളതിനെ ഉദ്ദേശിക്കുമ്പോൾ ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റി ആയിട്ട് ഇരുന്നാൽ ഒരുമാതിരി കാര്യങ്ങളൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ അതിൽ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഈ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഐസിയുടെ ഇൻപുട്ടിൽ നമ്മൾ വോൾട്ടേജുകളൊക്കെ 0 ആയിരിക്കുന്ന നേരത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ആ വരുന്ന വോൾട്ടേജിനാണ് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് 0 ആയിരിക്കണം. 0 അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് 0 ആക്കാനുള്ള കറക്ഷൻ സർക്യൂട്ടുകൾ വെച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഐഡിയൽ ഓപ്പ് ആമ്പിന്റെ കേസിൽ അത് 0 എപ്പോഴും ആയിരിക്കും. ഈ 4 കേസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഐഡിയൽ ഓപ്പ് ആമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഗുണസവിശേഷതകൾ എന്നാണ് ഈ 4 അറിയപ്പെടുക.